പത്തനംതിട്ട ജില്ലയിലെ റാന്നി കരികുളം ഏറത്ത് കുടുംബത്തിൽ ശ്രീമാൻ ഗീവർഗീസിൻ്റെയും ശ്രീമതി റേച്ചലിൻ്റെയും മൂത്ത മകനായി 1960 ഡിസംബർ മാസം 3-ാം തീയതി ജനിച്ചു. ചാക്കോ എന്ന മാമോദീസ പേരിൽ പ്രിയപ്പെട്ട ബർണബാസ് പിതാവ് അറിയപ്പെട്ടു. അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയപ്പെട്ട മകനായി ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുള്ള വ്യക്തിയായിട്ട് അദ്ദേഹം വളർന്നു. സന്യാസ ജീവിതത്തോട് വലിയ താൽപ്പര്യം ചെറുപ്പം മുതൽ ഈ കൊച്ചുമകന് ഉണ്ടായിരുന്നു. മാത്രമല്ല, ബഥനിയിലെ വലിയ മാത്യൂസ് അച്ഛൻ്റെ സ്നേഹവും ആത്മീയ നേതൃത്വവും വാത്സല്യവും ചാക്കോ എന്ന ഈ കൊച്ചുമകനെ ബഥനി സന്യാസ സമൂഹത്തിൽ ചേരുവാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ 1975 ജൂൺ 16 കോട്ടയം ബഥനി സന്യാസ സമൂഹത്തിൻ്റെ ജനറലേറ്റ് ആശ്രമത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. പിൽക്കാലത്ത് സിറിൽ മാർ ബസേലിയോസ് പിതാവായ സിറിളച്ചനായിരുന്നു അന്ന് ബഥനി സന്യാസ സമൂഹത്തിൻ്റെ ജനറാളച്ചൻ. 1979 അദ്ദേഹം തൻ്റെ വ്രത വാഗ്ദാനം നടത്തുകയാണ്. പിന്നീട് ബഥനി ആശ്രമത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച്, ബഥനി ആശ്രമത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് അദ്ദേഹം ഓരോ ദിവസവും വളരെ സൂക്ഷ്മമായി പഠിക്കുകയും ബഥനി ആശ്രമത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. തുടർന്ന് ഫിലോസഫി പഠനവും ദൈവശാസ്ത്ര പഠനവും അങ്ങനെ പൂർത്തീകരിക്കുന്നു. 1985 അദ്ദേഹം തൻ്റെ നിത്യവ്രതവാഗ്ദാനം നടത്തുന്നത്. തുടർന്ന് 1986 വൈദിക പട്ടം സ്വീകരിക്കുന്നു. ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് പിതാവാണ് പ്രിയപ്പെട്ട ചാക്കോ അച്ഛന് പട്ടം നൽകുന്നത്. 1994 റോമിൽ നിന്ന് മോറൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് സമ്പാദിക്കുകയും തുടർന്ന് വിവിധ സെമിനാരികളിൽ ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ ധാരാളം വൈദിക വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം എടുക്കുകയും ചെയ്തു. പൂനെയിലെ പ്രസിദ്ധമായ ജ്ഞാനദീപ വിദ്യാപീഠത്തിൻ്റെ പാസ്റ്ററൽ ആൻഡ് മോറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. പൂനെയിലെ ബഥനി വേദവിജ്ഞാന പീഠത്തിൽ റെക്ടറായും പ്രൊഫസറായും അദ്ദേഹം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. ബഥനി സന്യാസ സമൂഹം 2000 ശേഷം 2 പ്രോവിൻസുകളായിട്ട് രൂപപ്പെട്ടപ്പോൾ ബഥനി നവജീവൻ പ്രോവിൻസും ബഥനി നവജ്യോതി പ്രോവിൻസും 2 പ്രാവശ്യം ബഥനി നവജ്യോതി പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ ബഥനി ആശ്രമത്തിലെ നോവിസ് മാസ്റ്ററായി അദ്ദേഹം തൻ്റെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. 2015 ദൈവികമായ പദ്ധതിയാൽ ഡൽഹി ഗുഡ്ഗാവ് രൂപതയുടെ ഇടയനായിട്ട് ദൈവം അദ്ദേഹത്തെ അഭിഷിക്തനാക്കി ആടുകളുടെ ഇടയനായി നിയമിക്കുകയാണ്. തൻ്റെ വഴികളിലെല്ലാം സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകുവാനായിട്ട് അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചിരുന്നു. ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ, പാവപ്പെട്ടവൻ്റെ വേദന തിരിച്ചറിയുന്ന ഇടയൻ, സൗഹൃദം കാത്തുസൂക്ഷിച്ച ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഇടയൻ തുടങ്ങിയ നാമങ്ങളിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി: ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ എവിടെയൊക്കെ വളർന്നുവോ, ഏതെല്ലാം മേഖലകളിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ, അതെല്ലാം ബഥനിയിലെ എൻ്റെ സഹോദരങ്ങളുടെ നന്മയുടെ ഫലമാണ്. മലങ്കര സഭയുടെ ആധ്യാത്മികതയുടെ കാതൽ എന്ന് പറയുന്നത് മാറിവാനീസ് പിതാവിലൂടെ ലഭിച്ച ഒരു ആധ്യാത്മികതയാണ്. പിതാവ് തൻ്റെ ആധ്യാത്മിക ജീവിതം പടുത്തുയർത്തിയത് റാന്നി പെരുനാട് ബഥനി മലയിലെ ആ മുണ്ടൻ മലയിൽ ബഥനി ആശ്രമ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം പടുത്തുയർത്തുന്നത്. ഈ ഒരു ആധ്യാത്മിക ചൈതന്യമാണ് മലങ്കര സഭയ്ക്ക് തന്നെ ലഭിച്ചത്. ഈ ആധ്യാത്മിക ജീവിതം ചെറുപ്പം മുതൽ അഭിവന്യ ബർണബാസ് പിതാവ്
ബഥനി ആശ്രമത്തിലൂടെ അനുഭവിച്ചിരുന്നു. അഭിവന്യ ബർണ്ണബാസ് പിതാവിന് ലഭിച്ച ഈ ആധ്യാത്മിക ചൈതന്യമാണ് ഡൽഹിയുടെ തെരുവീഥികളിൽ, അതോടൊപ്പം തന്നെ ചേരിയിൽ ആരോരുമില്ലാത്ത കുട്ടികളുടെ അടുത്തും പാവപ്പെട്ടവരുടെ അടുത്തുമൊക്കെ നൽകിയ ഈ വലിയ കാരുണ്യവും സഹാനുഭൂതിയും സ്നേഹവും വാത്സല്യവുമെല്ലാം ബഥനി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം സമ്പാദിച്ച നന്മകളുടെ അനന്തരഫലങ്ങളാണ്. ബർണ്ണബാസ് പിതാവ് ഈ ആശ്രമത്തിൽ നിന്ന് മാറിവാനിസ് പിതാവ് നൽകിയ ആധ്യാത്മികത, അതായത് നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും സ്വയം വിശുദ്ധീകരണത്തിൻ്റേതുമായ ഈ ആധ്യാത്മിക ചൈതന്യമാണ് മലങ്കര കത്തോലിക്കാ സഭയുടെ സുവിശേഷ സംഘത്തിലൂടെ പകർന്നു നൽകുവാനായിട്ട് പരിശ്രമിച്ചത്. മലങ്കര സഭയുടെ ആധ്യാത്മിക ഉണർവിനു വേണ്ടി രൂപം കൊണ്ട ഈ സുവിശേഷ സംഘം അതിൻ്റെ പ്രഥമ ചെയർമാനായിട്ട് അഭിവന്യ ബർണ്ണബാസ് പിതാവിനെ നിയമിക്കുമ്പോൾ ആ പിതാവിലൂടെ മലങ്കര സഭയ്ക്ക് ഒരു ആധ്യാത്മിക ഉണർവുണ്ടായി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് ബഥനി ആശ്രമത്തിൽ നിന്ന് ലഭിച്ച ഈ ആധ്യാത്മിക ശക്തി തന്നെയാണ്. ബർണ്ണബാസ് പിതാവ് തൻ്റെ ബഥാനിയൻ ജീവിതത്തിൽ കണ്ടെത്തിയ ആത്മീയ ശക്തി സാധാരണക്കാരിലേക്ക് പകർന്നു കൊടുത്തു. അപ്രകാരം ഒരു പുതുജീവൻ പകരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ദൈവം നൽകിയ ധാരാളം നന്മകൾ മലങ്കര സഭയ്ക്ക് വേണ്ടിയും ആഗോള കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടിയും അദ്ദേഹം പകർന്നു നൽകി. 2021 ആഗസ്റ്റ് 26 വന്യപിതാവ് ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അഭിവന്യ ബർണ്ണബാസ് പിതാവ് ഇന്നും ജീവിക്കുകയാണ്. മരിക്കാത്ത ഓർമ്മകളുമായി ബഥനിയിലൂടെ അദ്ദേഹം ജീവിക്കുന്നു, നമ്മിലൂടെ അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം.